ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഡെലിവറി സ്റ്റോറിയുടെ പാർട്ട് 2 ആയിട്ടാണ്. അപ്പൊ നമ്മൾ എവിടെ പറഞ്ഞു നിർത്തിയേ? അതെ, മൈ വാട്ടർ ബ്രോക്ക്. അങ്ങനെ 2 മണിക്ക് എണീറ്റിട്ട് ഞാൻ നേരെ റെസ്റ്റ് റൂമിലേക്ക് ഓടി. അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്, അവര് ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞാൽ എത്ര വെള്ളം പോയി എന്ന് ചോദിക്കും. അപ്പൊ അത് പറയാൻ നമുക്ക് അറിയണം. അടുത്ത് തന്നെ അഡൽട്ട് ഡയപ്പേഴ്സ് വെച്ചിട്ടുണ്ടായിരുന്നു, അത് എടുത്തിട്ടു. സോ പോസ്റ്റ്മോർട്ടം റെസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ റൂമിനെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഡയപ്പേഴ്സും പാഡ്സും എല്ലാം വെച്ചിട്ട്. സോ അത് ഹാൻഡി ആയിട്ട് വന്നു. എൻ്റെ ഉള്ളിലെ ഫീലിങ്സ് എന്ന് പറയുന്നത് പാനിക്കിങ് ആയിരുന്നു കേട്ടോ. ഞാൻ കരയായിരുന്നു, ഞാൻ ചോദിക്കായിരുന്നു, ഇസ് ബേബി ഓക്കെ, ഇസ് ബേബി ഓക്കെ. എനിക്കറിയാം ഈ വാട്ടർ ബ്രേക്ക് ഒരു നോർമൽ സിറ്റുവേഷൻ തന്നെയാണെന്ന്. എല്ലാവരും പറയണ കേട്ടത് അതൊക്കെ മൂവീസാണ്, ശരിക്കും ഉള്ളത് ഇങ്ങനെ നല്ലതെന്ന്. പക്ഷെ ലെറ്റ് മീ ടെൽ യു, ശരിക്കും മൂവീസിലെ പോലെ തന്നെയാണ് എന്റെ വാട്ടർ ബ്രേക്ക് ആയത് കേട്ടോ. വെരി മച്ച് സഡൻ ആയിരുന്നു. സോ ഞാൻ എണീറ്റ് റെഡി ആകുമ്പോഴേക്കും എൻ്റെ ഹസ്ബൻഡിന്റെ പല്ല് തേക്കൽ, ഡ്രസ്സ് ചേഞ്ച് ചെയ്യൽ ഒക്കെ കഴിഞ്ഞിട്ട് കിച്ചണിൽ കുറച്ച് പാത്രങ്ങൾ കിടക്കണ്ടായിരുന്നു ഡിഷ് വാഷറിൽ ഇടാനായിട്ട്. അതൊക്കെ ഡിഷ് വാഷറിൽ ഇട്ടു, അതിന്റെ മേലെ തുടച്ചു, കുറച്ച് വാക്യൂം ചെയ്തു, ഇതൊക്കെ ചെയ്തു. ബാഗ് ഓൾറെഡി ഞങ്ങള് കാറിൽ വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ എൻ്റെ ഹാൻഡ് ബാഗ് ഉണ്ടായിരുന്നു. ബാക്കി ഹാൻഡ് ബാഗ് എടുത്തിട്ട് കാറിൽ വെക്കുക, അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്തു തീർത്തു. വാട്ടർ ബ്രേക്കായ എമർജൻസിക്ക് ഓടിക്കോളാനാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ പിന്നെ ഞങ്ങളൊന്നും നോക്കിയില്ല. 15 minutes ആണ് വീട്ടിൽ നിന്ന് ഹോസ്പിറ്റലിലേക്കുള്ള ദൂരം. അപ്പോൾ ഞങ്ങൾ നേരെ ഹോസ്പിറ്റലിലേക്ക് വിട്ടു. ഈ സമയമായതുകൊണ്ട് വഴിയിൽ ബ്ലോക്ക് ഒന്നുമില്ല, ഒറ്റ മനുഷ്യന്മാരില്ല, ഞങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്കിപ്പോഴും പെയിൻ ആയിട്ടൊന്നുമില്ല കേട്ടോ. ഈ എന്താ പറയുക, വാട്ടർ ബ്രേക്ക് ആയതിൻ്റെ ഒരു അൺകംഫർട്ടബിൾ ഫീൽ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു 2:30, 2:45 ആ സമയമൊക്കെ ആകുമ്പോഴേക്കും ഹോസ്പിറ്റലിൽ എത്തിയിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി. ഈ ചെക്ക് ഇൻ ചെയ്യാൻ അവിടുത്തെ ഞങ്ങളുടെ 2 പേരുടെയും കോവിഡ് വാക്സിനേഷൻ കാർഡ്സ് അവർ ചോദിക്കും. പിന്നെ എൻ്റെ ഹസ്ബൻഡിന്റെ വിസിറ്റർ ബാഡ്ജ് കൊടുത്തു, അതുണ്ടെങ്കിലേ നമുക്ക് മൾട്ടിപ്പിൾ ടൈംസ് കയറാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ 2 പേരുടെയും കയ്യിൽ ഒരു ബാൻഡ് ഇട്ടു, അതിൽ എൻ്റെ പേര് എഴുതിയിട്ടുണ്ട്. പിന്നെ ഒരു നഴ്സ് ഈ ചെക്ക് ഇൻ ചെയ്യണം അവിടെ വന്നിട്ട് എന്നെ കയറ്റിയിട്ട് തള്ളിയും കൊണ്ട് പോയി. സത്യം പറഞ്ഞാൽ എനിക്ക് നടന്നിട്ട് പോവായിരുന്നു കേട്ടോ, എനിക്ക് അത്ര ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല സത്യം പറയാലോ. ഈ സ്ട്രെച്ചറിൽ നേരെ എന്നെ ഡെലിവറി റൂമിലേക്ക് കൊണ്ടുപോയി. ഡെലിവറി റൂം എന്ന് പറഞ്ഞാൽ എല്ലാ ഡെലിവറീസും അവിടെ എല്ലാം നടക്കുക, ഇതിപ്പോ എൻ്റെ മാത്രമാണ് അവിടെ നടക്കുക. എല്ലാവർക്കും സെപ്പറേറ്റ് റൂംസ് ആണ്. അപ്പൊ അങ്ങനെ ഡെലിവറി റൂമിൽ ഞങ്ങൾ സെറ്റായി. നേഴ്സ് വന്നിട്ട് എനിക്ക് ഗൗൺ തന്നു, അതിലേക്ക് മാറാൻ പറഞ്ഞു. പിന്നെ എത്ര വാട്ടറാണ് ബ്രേക്ക് ആയതെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു കുറച്ചധികം പോയിട്ടുണ്ട്, ഓൾസോ ഞാൻ ഡയപ്പറും കൂടി ഇട്ടിട്ടുണ്ട് ഫോർ റെഫറൻസ് എന്ന് പറഞ്ഞു. അപ്പൊ അവര് ഡയപ്പർ ഊരിത്തരാൻ പറഞ്ഞു. ഡയപ്പർ എന്തിനാ കൊടുക്കണെന്ന് വെച്ചാൽ അതിന്റെ കളർ നോക്കാനാണ്. വെള്ളത്തിന്റെ അതിൽ കുറച്ചൊരു ഗ്രീനിഷ് കളർ ഉണ്ടായിരുന്നു ബൈ ദ വേ. അത് മെക്കോണിയം ആണ്, അതായത് നമ്മുടെ ബേബിയുടെ ഫസ്റ്റ് പൂപ്പ്. പിന്നെ അവരൊന്നും നോക്കിയില്ല, എന്നെ അപ്പൊ തന്നെ അഡ്മിറ്റ് ചെയ്തു. കാരണം ഈ മെക്കോണിയം ഉള്ളിൽ നിൽക്കുന്നത് ഇറ്റ്സ് നോട്ട് സേഫ് ഫോർ ബേബി. പിന്നെ കുറെ പേപ്പർ വർക്ക്സ് ഒക്കെ ചെയ്യാനുണ്ടായിരുന്നു. പിന്നെ എനിക്ക് കോവിഡ് ടെസ്റ്റ് ചെയ്തു. നാട്ടിലൊക്കെ പറയാൻ കേട്ടിട്ടുണ്ട് കോവിഡ് ടെസ്റ്റ് ചെയ്യാൻ പോയാൽ മുക്കിൽ ഇടിച്ചിട്ട് ചോര വരുമെന്ന്. പക്ഷെ ഞങ്ങൾക്ക് ഇതുവരെ അങ്ങനത്തെ ഒരു ടെസ്റ്റ് എടുക്കേണ്ടി വന്നിട്ടില്ല കേട്ടോ. ഞങ്ങൾ എപ്പോഴും ഈ ഡ്രൈവ് ത്രൂ ഫാർമസിയിൽ പോയിട്ടാണ് ടെസ്റ്റ് ചെയ്യുക. അത് നമ്മൾ തന്നെ സ്വാപ്പ് ചെയ്തിട്ടാണ് അവർക്ക് കൊടുക്കുക, അവർ ചെയ്യല്ല ചെയ്യുക. സോ ഇത് എൻ്റെ ഫസ്റ്റ് ടൈമാണ് മൂക്കിന്ന് ചോര വരുന്ന കോവിഡ് ടെസ്റ്റ് ചെയ്തത്. പിന്നെ എന്നെ ആന്റിബയോട്ടിക്സിൽ കടത്തി. ആന്റിബയോട്ടിക്സ് എന്തിനാ വെച്ചാൽ ഞാൻ GBS പോസിറ്റീവ് ആയിരുന്നു. GBS എന്ന് പറയുന്നത് ഒരു ബാക്ടീരിയ ആണ്, അത് കോമൺ ആയിട്ട് എല്ലാവരുടെയും മേത്ത് കാണുന്ന ബാക്ടീരിയ ആണ്. പക്ഷെ ഈ പ്രഗ്നൻസി ടൈമിൽ അത് പോസിറ്റീവായി വന്നാൽ ഡെലിവറി ടൈമിൽ ബേബിക്ക് അത് പാസ് ഓൺ ആവും ആൻഡ് ഇറ്റ്സ് നോട്ട് ഗുഡ് ഫോർ ബേബി. അതിനാണ് എനിക്ക് ആന്റിബയോട്ടിക്സ് തന്നിരിക്കുന്നത്. അപ്പൊ ഇതെല്ലാം കഴിയുമ്പോഴേക്കും ഏകദേശം ഒരു 3 മണി 4 മണിയൊക്കെ ആയി സമയം. ഞാൻ കണ്ട വീഡിയോസിലെല്ലാം എല്ലാവരെയും ഹോസ്പിറ്റലിൽ കൂടെ നടത്തുന്നതൊക്കെയാണ് കണ്ടത്, ലേബർ പെയിൻ വരാനായിട്ട്. ഇത് എന്നെ വന്നപ്പോൾ കിടത്തിയതാ, പിന്നെ എണീറ്റിട്ടില്ല. റെസ്റ്റ് റൂം പോവാതിരിക്കാൻ ബ്ലാഡറൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇപ്പം ഞാൻ ഓൾമോസ്റ്റ് ഒരു 5 to 6 centimeter ഡയലേറ്റഡ് ആയിരുന്നു കേട്ടോ. അപ്പം ഇവിടെയുള്ള മെഷീൻസിൽ കോൺട്രാക്ഷൻസും ബേബിയുടെ ഹാർട്ട് റേറ്റും എൻ്റെ BP ഒക്കെ മോണിറ്റർ ചെയ്യുന്നു കേട്ടോ. എനിക്ക് നല്ലോണം ചെറുതായിട്ട് കോൺട്രാക്ഷൻസ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ബട്ട് എനിക്ക് അതിനേക്കാളും ജീവൻ പോണ വേദന ആ അയവ് കുത്തിയതായിരുന്നു. ആൻറ്റിബയോട്ടിക്സ് ഞരമ്പിൽ കൂടെ പോണത് അറിയാനുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ റൂമിലേക്ക് വന്നിട്ട് 2 വീട്ടിലേക്കൊക്കെ വിളിച്ച് പറഞ്ഞു. ഓഫ് കോഴ്സ് അവർക്ക് പിന്നെ ഒരു സമാധാനം ഉണ്ടാവില്ലല്ലോ, വിളിച്ചോണ്ടേ ഇരിക്കണ്ടായിരുന്നു. അപ്പൊ കൈവേദനയെ പറ്റി ഞാൻ എൻ്റെ ഡ്യൂട്ടി നേഴ്സിനോട് പറയാണ് കേട്ടോ. അപ്പൊ ആള് പറയാണ് അതൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന്. ബട്ട് വളരെ അൺസൈക്കബിൾ പെയിൻ ആയിരുന്നു കേട്ടോ അത്. എനിക്കത് ഇപ്പോഴും ഓർമ്മയുണ്ട്. അപ്പൊ ഇനി അടുത്ത പരിപാടി എപ്പിഡ്യൂറലാണ്. 6:30 ഒക്കെ ആകുമ്പോഴേക്ക് എപ്പിഡ്യൂറൽ പരിപാടിയൊക്കെ കഴിഞ്ഞു. എപ്പിഡ്യൂറൽ ഒരു സംഭവം തന്നെയാണ് കേട്ടോ. എൻ്റെ ഫ്രണ്ടിൽ ഒരു സ്റ്റാൻഡ് വെച്ചിട്ട് ചാരി ഇരുത്തിയിട്ട് എൻ്റെ മുതുവിൻ്റെ നടുവ് നോക്കിയിട്ട് വലിയൊരു സൂചി കുത്തും. ഈ ഡോസ് കയറ്റാനുള്ള വയർ അത് കൂടെ ഇടും. സോ അപ്പോൾ അങ്ങനെ എൻ്റെ വാട്ടർ ബ്രേക്കായി. ഞാൻ എത്ര മണിക്കാണ്, ലൈക്ക് 2:30 ഒക്കെ, രാവിലെ 2:30 ഒക്കെ ആകുമ്പോഴേക്കും വാട്ടർ ബ്രേക്കായി. പക്ഷെ ഞാൻ ബ്രേക്ക് ആവുന്നതിൻ്റെ മുന്നേ തന്നെ എണീറ്റു എന്തോ ഒരു ഭാഗ്യത്തിന്. സോ
കുറേ വെള്ളം പോയി ആക്ച്വലി. ദെൻ വി റഷ്ഡ്, വി ആർ ഇൻ ദ ഹോസ്പിറ്റൽ, കെയിം ടു എമർജൻസി. പിന്നെന്തായി, ഇവിടെ ഇതാണ് നമ്മുടെ റൂം. ഇവിടെ തന്നെയാണ് ഇഫ് സി സെക്ഷൻ അല്ലെങ്കിൽ ഇവിടെ തന്നെയാണ് ഡെലിവറി നടക്കുക. പിന്നെന്താ, IV കുത്തി, എപ്പിഡ്യൂറൽ എടുത്തു. കോൺട്രാക്ഷൻസ് ഇവിടെ വന്നിട്ടാണ് തുടങ്ങിയത്. കോൺട്രാക്ഷൻ തുടങ്ങിയ ഉടനെ എപ്പിഡ്യൂറൽ കിട്ടി. അപ്പോൾ ഇപ്പം ഞാൻ ഓക്കെയാണ്. കോൺട്രാക്ഷൻസ് ഉണ്ട്, ലൈറ്റാണ്. പിന്നെ ഇപ്പോൾ എൻ്റെ ബ്ലഡ് പ്രഷർ മോണിറ്റർ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് എപ്പിഡ്യൂറൽ തരുന്നത് കൊണ്ട്. പിന്നെന്താ, ഇപ്പം കിടന്ന് ഉറങ്ങാൻ പറഞ്ഞു. അപ്പം ഞാൻ പോയി ഉറങ്ങാൻ പോവാം. ഓക്കെ. അപ്പം ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ മോണിറ്റർ. ഇതാണ് കേട്ടോ എൻ്റെ ഹസ്ബൻഡിന് കിടക്കാനുള്ള സ്പേസ്. അപ്പം ഇതാണ് ഡെലിവറി റൂം. ഇവിടെയാണ് ബേബി വന്ന ഉടനെ കിടത്തുക. ഇതൊരു ഹീറ്റഡ് ബെഡാണ്. ഇതിൽ കുറേ ബേബിയെ മോണിറ്റർ ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഉള്ളതാണ് ബേബിയുടെ ബാസിനെറ്റ്. പിന്നെ ഈ റൂമിൽ തന്നെ അറ്റാച്ച്ഡ് ഒരു റെസ്റ്റ് റൂം ഉണ്ട്. അതിൽ ഡെലിവറിക്ക് ശേഷം ആവശ്യമുള്ള എസെൻഷ്യൽസ് ഒക്കെ അവർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ടൈം ഏകദേശം ഒരു 8 മണി ആവാറായിട്ടുണ്ട്. എനിക്ക് നല്ല വിശക്കുന്നുണ്ട്. രാവിലെ നമ്മൾ അങ്ങനെ വന്നതാണ്, പ്രിപ്പയർഡ് അല്ല, ഭക്ഷണമൊന്നും കഴിച്ചില്ല. എപ്പിഡ്യൂറൽ കഴിഞ്ഞാൽ നമുക്ക് ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റില്ല. ബട്ട് ഞാൻ വിശക്കണമെന്ന് കരഞ്ഞ് പറഞ്ഞിട്ടുണ്ട് അവർ. എനിക്ക് പോപ്സിക്കിൾസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഞാനത് കഴിക്കാൻ പോവാണ്. അത് മാത്രമേ കഴിക്കാൻ പാടും ഇപ്പോൾ. സോ ഞാൻ അത് കഴിക്കട്ടെ. ഞാൻ ആദ്യമായിട്ടാണ് ഗ്രേപ്പ് ഫ്ലേവർ ഇത്ര എൻജോയ് ചെയ്ത് കഴിക്കുന്നത് കേട്ടോ. ഇപ്പോൾ കുറച്ച് കോൺട്രാക്ഷൻസ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു റിമോട്ട് വന്നിട്ടുണ്ട്. എപ്പിഡ്യൂറൽ ഇനിയും കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ, കൂടുതൽ വേദന വരികയാണെങ്കിൽ എനിക്ക് തന്നെ അത് കൺട്രോൾ ചെയ്യാം. ഞാൻ കുറച്ച് നേരം ഒന്ന് സഹിച്ചിട്ട് നല്ല പെയിൻ വരുമ്പോൾ അമർത്തച്ചിട്ട് ഇരിക്കണം. ഓക്കെ, അപ്പോൾ ഫൈനലി ഞാൻ 10 സെൻറ്റിമീറ്റർ ഡയലേറ്റ് ആയിരിക്കുകയാണ്. സമയം ഇപ്പോൾ 11:20. 1 hour കൂടി വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. സോ ഇങ്ങനെ ഇരുത്തിയിരിക്കണ ഗ്രാവിറ്റി കൊണ്ട് കുട്ടി പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി. ഇനി വെയിറ്റ് ചെയ്യാണ്. അഗെയിൻ വെയിറ്റിംഗ് തന്നെയാണ്. സോ ബൈ ദ വേ, എനിക്ക് എന്താ പറയുക, കോൺട്രാക്ഷൻ ഇൻ്റർവെല്ലിൽ അടുപ്പിച്ചടുപ്പിച്ച് വരാത്തത് കാരണം ഇൻഡക്ഷൻ ചെയ്തു. പിറ്റോസിൻ കുത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് കോൺട്രാക്ഷൻ കൂടാൻ തുടങ്ങിയത് കേട്ടോ. പിന്നെ സോ ഇതാണ് എപ്പിഡ്യൂറലിൻ്റെ ബട്ടൺ. നമുക്ക് പെയിന് വരികയാണെങ്കിൽ നമുക്കിത് യൂസ് ചെയ്യാം. സോ ഇങ്ങനെ ഗ്രീൻ കത്തുണ്ടെങ്കിൽ അത് ബട്ടൺ അമർത്തിയാൽ ഒരു ഡോസും കൂടി കിട്ടും. പക്ഷെ അത് കൺട്രോളാണ് കേട്ടോ, കൺട്രോൾഡാണ്. ആൻഡ് വേറെ ആർക്കും അത് ചെയ്യാൻ പറ്റില്ല, എനിക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഹസ്ബൻഡിനും കൂടി ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഓൾറെഡി അവർ കൺട്രോൾ ചെയ്ത് വെച്ചതാണ്, കുറേ അങ്ങോട്ട് വരുമൊന്നുമില്ല. അപ്പോൾ അത്രയ്ക്കന്നെ ഉള്ളൂ. പിന്നെയും വെച്ചിരുന്നു. പിന്നെ അവരെനിക്ക് ഭക്ഷണം തന്നു. പക്ഷെ അത് എന്ത് മറ്റേ ജെല്ലി എന്തോ ആണ്, അല്ലാതെ വേറെ ഒന്നും കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ എന്താ കുഞ്ഞു പുറത്ത് വന്നിട്ട് ഭക്ഷണം കൂടി കഴിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ആക്ച്വലി. ഓക്കെ. പാട്ടൊക്കെ വെച്ചിട്ടായിരുന്നു കേട്ടോ ഞങ്ങൾ ഫുൾ ടൈം. ഒരു പോസിറ്റിവിറ്റിക്കൊക്കെ ആയിട്ട് അവർ പിന്നെയും വന്ന് സർവിക്കൽ എക്സാം ചെയ്തു. അങ്ങനെ ഫൈനലി ഒരു 11:30 ആയപ്പോഴേക്ക് നേഴ്സ് വന്നിട്ട് എങ്ങനെ പുഷ് ചെയ്യണ്ടെന്ന് പഠിപ്പിച്ച് തന്നിട്ട് ഒരു 2-3 തവണ റിഹേഴ്സലൊക്കെ ചെയ്തിട്ട് പോയി. എൻ്റെ ഹസ്ബൻഡ് വിചാരിച്ചിരുന്നത് അപ്പുറത്ത് മാറി നിന്നിട്ട് ഡെലിവറി ഒക്കെ ഷൂട്ട് ചെയ്യാം, നല്ല വ്ളോഗൊക്കെ ഉണ്ടാക്കി തരാമെന്നൊക്കെയാണ്. പക്ഷെ നേഴ്സ് വന്നിട്ട് പറഞ്ഞു ഒരു കാല് ഹസ്ബൻഡാണ് പിടിക്കേണ്ടതെന്ന്. ഈ നഴ്സസൊക്കെ എല്ലാ 2 hours കൂടുമ്പോഴും മാറണ്ടായിരുന്നു കേട്ടോ. ഇതുവരെ ഞങ്ങളുടെ റൂമിലുണ്ടായിരുന്ന എല്ലാ നഴ്സസും അടിപൊളിയായിരുന്നു, നല്ല കെയറിങ് ആയിരുന്നു. ഉച്ചയ്ക്ക് ഒരു 12 മണിയൊക്കെ ആയപ്പോഴേക്കും ഡോക്ടർ വന്നു. ഡോക്ടറിൻ്റെ കൂടെ കുറച്ചധികം നഴ്സസ് കൂടി വന്നു. ഇതൊക്കെ കണ്ടപ്പോഴേക്കും എൻ്റെ കൈയും കാലും കുറച്ച് വിറയ്ക്കാൻ തുടങ്ങി. അപ്പോൾ എല്ലാ വീഡിയോസും ഞാൻ ഷോർട്ടായിട്ടാണ് ചെയ്യുന്നത്. പാർട്ട് 2 ഞാൻ ഇവിടെ നിർത്താൻ പോവാണ്. ഞാൻ പാർട്ട് 3 ആയിട്ട് വേഗം തന്നെ വരുന്നതായിരിക്കും. ആൻഡ് ദിസ് ടൈം നിങ്ങളുടെ ഡെലിവറി ടൈമിൽ നടന്ന ഇൻട്രസ്റ്റിംഗ് സ്റ്റോറീസ് ഒക്കെ താഴെ എന്തായാലും കമന്റ് ചെയ്യട്ടോ. ഐ വുഡ് ലവ് ടു റീഡ്. ഇനിയും ഈ സ്റ്റോറി നീട്ടിക്കൊണ്ട് പോയാൽ നിങ്ങൾക്ക് നല്ല ബോറടിക്കാൻ തുടങ്ങും. സോ അപ്പോൾ പാർട്ട് 3 ആയിട്ട് വേഗം കാണാം. അതുവരയ്ക്കും ബൈ.